ജർമ്മനിയിൽ വന്നിട്ട് ഇന്ന് ഒരു മാസം തികയുവാണ്. നമ്മൾ പുതിയൊരു രാജ്യത്തെത്തുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ എല്ലാവർക്കും ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു വീഡിയോയാണ്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഞാൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുമായിരുന്നു. അത് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും എല്ലാം ഇതിലാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. അവിടെയും നമ്മളുടെ ആദ്യത്തെ ഒരാഴ്ച നമുക്ക് കുറേ പോസ്റ്റുകൾ ഉണ്ടാവും. ഹെൽത്ത് ഇൻഷുറൻസ് ആണ് എന്നോർത്ത് ഞാനൊരു മണ്ടത്തരം കാണിച്ചതാണ്. സിം കാർഡ് എനിക്ക് ഓൾറെഡി അത് ഇല്ലാത്തത് മാത്രം കൊണ്ടുവരാൻ നിന്നാൽ മതി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഞാനിവിടെ ജർമ്മനിയിൽ വന്നിട്ട് ഇന്ന് ഒരു മാസം തികയുവാണ്. ഈ ഒരു മാസം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ട് ഞാൻ ചെയ്തത് എന്നുള്ളതാണ്. നമ്മൾ പുതിയൊരു രാജ്യത്തെത്തുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഒരു ടോപ്പിക്കായിരിക്കും. പക്ഷേ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു വീഡിയോയാണ്. ഈ ഒക്ടോബർ 1-നാണ് ഞാൻ ജർമ്മനിയിലെത്തിയത്. ഞാൻ വന്ന ആ സമയങ്ങളിലൊക്കെ ഇവിടെ അവധി കാര്യങ്ങളൊക്കെ ആയിരുന്നു. 4-ാം തീയതിയാണ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയത്. ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടു കേട്ടു. ഓക്കെ, അത് കഴിഞ്ഞ് ഫസ്റ്റ് ഞാൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുമായിരുന്നു. അതിന് നമ്മൾ റാത്ത് ഹൗസിലാണ് നമ്മളത് പോയി ചെയ്യണേ. അതിൻ്റെ അതിൻ്റെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും എല്ലാം നേരത്തെ തന്നെ, അതായത് ഞാൻ നാട്ടിൽ നിന്ന സമയത്ത് തന്നെ എനിക്ക് മെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന ദിവസമാണ് നിങ്ങൾക്കിവിടെ റാത്ത് ഹൗസിൽ അപ്പോയിൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ നിന്ന സമയത്ത് തന്നെയാണ് എനിക്കതിൻ്റെ കാര്യങ്ങളെല്ലാം മെയിൽ വഴി വരുമായിരുന്നു. ഫസ്റ്റ് നമ്മൾ സിറ്റി രജിസ്ട്രേഷന് വേണ്ടി റാത്ത് ഹൗസിൽ പോവും. പറയുന്നൊരു ടൈമുണ്ട്, ആ ടൈമിൽ ചെല്ലുന്നു. അവിടുത്തെ പ്രൊസീജിയറൊക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് അവിടെ നമ്മളുടെ ID കാർഡായിട്ട് നമ്മുടെ പാസ്പോർട്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതിനുശേഷം പിന്നീട് സെക്കൻഡ് ഡേ ഞങ്ങൾ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ബാങ്കിലാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. അവിടെയും നമ്മുടെ ID പ്രൂഫായിട്ട് നമ്മുടെ പാസ്പോർട്ടാണ്. ഇവിടെ എന്ത് കാര്യങ്ങൾക്കും ID പ്രൂഫായിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പാസ്പോർട്ടാണ്. അതിനുശേഷം പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കെൻ്റെ പോസ്റ്റ് വഴി ATM കാർഡ് വന്നിരുന്നു. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അത് ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ നിന്ന് തന്നെയാണ് നമുക്കത് ചെയ്തു തന്നത്. ഇവിടെ ഇഷ്ടം പോലെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുണ്ട്. സോ എനിക്കെടുത്ത് തന്നിരിക്കുന്ന AOKയിലാണ്. അത് അത്യാവശ്യം നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ്. അതിൻ്റെയും കാര്യങ്ങളെല്ലാം നമുക്ക് പോസ്റ്റ് വഴിയാണ് വന്നത്. പിന്നെ നമ്മൾ വന്ന ആദ്യത്തെ ഒരാഴ്ച നമുക്ക് കുറേ പോസ്റ്റുകൾ ഉണ്ടാവും. അവിടെ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് ഉണ്ടാവും, പിന്നെ നമ്മുടെ ID നമ്പർ, നമ്മുടെ ടാക്സ് നമ്പർ വരും, പിന്നെ പെൻഷൻ്റെ നമ്പർ, അങ്ങനെ കുറേ പേപ്പറും കാര്യങ്ങളും എല്ലാം നമ്മൾ വന്ന ആദ്യത്തെ ഒരാഴ്ച നമുക്ക് പോസ്റ്റ് വഴി ഉണ്ടാവും. പിന്നെ സിം കാർഡ് എനിക്ക് ഓൾറെഡി നേരത്തെ തന്നെ വിസയ്ക്ക് പോയ സമയത്ത് എനിക്ക് സിം കാർഡ് കിട്ടിയിരുന്നു. ലെബേറയുടെ സിം കാർഡ് കിട്ടി. അത് ആക്ച്വലി നല്ല സിം കാർഡാണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്ന ശേഷം നമ്മൾ വേറെ സിം കാർഡും എടുത്തു. കാരണം ഇവിടെ ലെബേറയുടെ ഷോപ്പ് ഉണ്ടാവില്ല എന്നോർത്ത് ഞാനൊരു മണ്ടത്തരം കാണിച്ചതാണ്. എനിവേ, നിങ്ങൾക്ക് ലെബേറയുടെ സിമ്മ് നിങ്ങൾക്കിപ്പം വിസ ഓഫീസിൽ നിന്നും എല്ലാം കിട്ടുവാണെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്തോ. ഇവിടെ ഷോപ്പൊക്കെ ഉണ്ട്, ലെബേറയുടെ ഷോപ്പുകളുണ്ട്, പിന്നെ അതിൻ്റെ ആപ്പ് ഉണ്ട്. നമുക്ക് അതിൽ വേണമെങ്കിലും നമുക്ക് റീചാർജ് ചെയ്യാം. അത്രേ ഉള്ളൂ. പിന്നെ വേറെ എന്താ, പിന്നെ എനിക്കിപ്പം ക്ലാസ്സാണ്. ഞാൻ ഡ്യൂട്ടിയിലേക്ക് കയറി തുടങ്ങിയിട്ടില്ല. എനിക്കിപ്പം നമ്മൾ വന്ന ജർമ്മൻ ലാംഗ്വേജ് ഒരു ഗ്യാപ്പായിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അപ്പം നമുക്ക് ആദ്യം ഒരു സ്പ്രാക്ക് കോഴ്സാണ് തരുന്നത്. അതിന് ശേഷമായിരിക്കും നമ്മളെ ഡ്യൂട്ടിക്ക് അവർ ഇടുക. പിന്നെ വേറെ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെയാണ് ഇവിടെ ഈ മാസം എൻ്റെ ലൈഫിൽ നടന്നത്. പിന്നെ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നതൊക്കെ. ഇവിടുന്ന് അടുത്താണ്, വലിയ ദൂരമൊന്നുമില്ല. ഇപ്പം മെയിനായിട്ട് ക്ലാസ്സാണ് നടക്കുന്നത്. ഇടയ്ക്ക് നമ്മൾ ഹോസ്പിറ്റലിലും പോകും. അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ മീറ്റ് ചെയ്യാൻ വന്നിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ ഇപ്പോൾ ഇവിടെ ഈ വർഷം തണുപ്പ് ഇച്ചിരി നേരത്തെയാണ്. കാരണം ഞങ്ങൾ വന്ന സമയത്തൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ തണുപ്പ് തുടങ്ങി. അതായത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇത്രയും തണുപ്പ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ താമസിക്കുന്ന പ്ലേസ് എന്ന് പറയുന്നത് മ്യൂൻഷൻ എന്ന് പറഞ്ഞിട്ട് കെംപ്റ്റൺ എന്ന് പറഞ്ഞ പ്ലേസിലാണ്. സോ ഇവിടെ അത്യാവശ്യം അല്ലെങ്കിലും നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ്. അപ്പം
യാ അപ്പം തവണ നേരത്തെ തണുപ്പ് തുടങ്ങിയ ഒരു സമ്മറൊക്കെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും സമ്മറൊന്നും ഉണ്ടായിരുന്നില്ല, തണുപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം വലിയ കുഴപ്പമില്ല, കാലാവസ്ഥയൊക്കെ ഓക്കെയാണ്, അത്ര കഠിനമായിട്ടുള്ളൊരു കാലാവസ്ഥ ആയിട്ടില്ല. പിന്നെ ഈ ഒരു മാസം കൊണ്ട് വെയിറ്റൊക്കെ ഒന്ന് എനിക്ക് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ എൻ്റെ ഈ ഒരു പ്ലേസ് നല്ലതാണ്. അതായത് ഞാൻ വർക്ക് ചെയ്യുന്നത് കെംപ്റ്റൺ ക്ലിനിക് ഫെർബോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യണത്. ഈ പ്ലേസ് ആക്ച്വലി നല്ലൊരു പ്ലേസാണ്, മൊത്തത്തിൽ ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു പ്ലേസാണ്. പിന്നെ ഇതൊക്കെ തന്നെ ഉള്ളൂ എനിക്കിവിടെ പറയാനുള്ളത്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടണ, ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ലഗേജ് ഒന്നും എടുക്കാൻ നിൽക്കരുത്. കാരണം ഈ പാത്രങ്ങൾ, പൊടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുറച്ച് മസാലപ്പൊടികളില്ലേ, അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് എടുക്കുക. എന്നാൽ പോലും ഇവിടെ ഷോപ്പുകളിൽ ഗരം മസാല, കുരുമുളക് അതൊക്കെ കിട്ടും. അതൊന്നും നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമില്ല. അത്യാവശ്യം അതിന് ഞാനൊരു ടിപ്പായിട്ട് പറയുന്നത്, നിങ്ങൾ വരാൻ പോകുന്ന സ്പോട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന സ്ഥലം ജസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ ചെയ്ത് നോക്കിയാൽ മതി അതിൻ്റെ അടുത്ത് വല്ല ഇന്ത്യൻ സ്റ്റോർ ഉണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ അവിടെ വരുന്നവരോട്, ഇപ്പം ജർമ്മനിയിലുള്ള ആരെങ്കിലും ഒരാളോട് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എവിടെയാണോ എക്സാക്റ്റ് പോകുന്ന ആ പ്ലേസിലുള്ള ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവിടെ ഏതൊക്കെ ഷോപ്പുണ്ട് എന്നൊക്കെ നേരത്തെ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇല്ലാത്തത് മാത്രം കൊണ്ടുവരാൻ നിന്നാൽ മതി. ഒരുപാട് ലഗേജ് എടുത്ത് ആവശ്യമുള്ളത് കൊണ്ടുവരാതെ ഉള്ള ഒരവസ്ഥ നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാം. പിന്നെ ഞാൻ വന്നു, ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്നെ വന്ന് മീറ്റ് ചെയ്തു. അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മൊത്തത്തിൽ നല്ലൊരു സ്ഥലമാണ് ജർമ്മനി. എനിക്ക് എന്തുകൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. എനിക്കെൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് നീ ജർമ്മനി ചെന്നിട്ട് നാട് മിസ് ചെയ്യണുണ്ടോ എന്നൊക്കെ. എനിക്കിങ്ങനെ ഇതുവരെ ആയിട്ടൊരു മിസ്സിങ് വന്നിട്ടില്ല. എന്നോട് ചോദിക്കുന്നവരോടെല്ലാവരോടും എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറയുന്നത്. എനിക്ക് മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പ്ലേസ്. എനിക്ക് അങ്ങനെ ഒരു ബാഡായിട്ട് തോന്നുന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മേ ബി നമ്മളൊരു ആഗ്രഹിച്ച് എത്തിയത് കൊണ്ടായിരിക്കാം എനിക്ക് ഇവിടെ ഇപ്പോൾ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും എന്താ പറയുക, നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് എനിക്ക് മൊത്തത്തിൽ ഇതിലൊരു നെഗറ്റീവ് പറയാനായിട്ടൊന്നുമില്ല. കാരണം ആഗ്രഹിച്ചൊരു സ്ഥലത്താണ് ഇന്നിപ്പോൾ ഞാൻ ഈ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം കൊണ്ടും, കാലാവസ്ഥ കൊണ്ടാണെങ്കിലും ഇവിടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൊണ്ടാണെങ്കിലും എല്ലാം കൊണ്ടും എനിക്ക് നല്ലതാണ്. ഞാനീ താമസിക്കുന്ന പ്ലേസിൽ, അതായത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്ന കുറേ മലയാളീസ് ഉണ്ട്. കുറേയില്ല, കുറച്ച് മലയാളീസ് ഉണ്ട്. അല്ലാതെ നമുക്കങ്ങനെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ പോലും നമ്മളോട് ഭയങ്കര നല്ലൊരു സ്നേഹത്തിലൊക്കെയാണ് നമ്മളോട് ഇടപെടുന്നത്. ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ തന്നെ അവർ നമ്മളെ ഇങ്ങോട്ട് കയറി വിഷ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. അതായത് ഇവിടുത്തെ ആൾക്കാർ, ഡോയിഷിലെ ആൾക്കാർ ഇങ്ങോട്ട് കയറി ഹലോ എന്നൊക്കെ പറഞ്ഞ, മീൻസ് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ അത്രയും നമ്മൾ വിഷൊന്നും അങ്ങനെ അറിയാത്തവരോട് ചെയ്യാൻ നിൽക്കാറില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അത് ഇവരുടെ ഒരു കൾച്ചർ. മൊത്തത്തിൽ എനിക്ക് ഈ പ്ലേസ് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം ഇനിയുള്ള മാസങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള കാലം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പം പ്രസൻറ്റിൽ ഞാൻ ഓക്കെയാണ്, എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലേസാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇങ്ങനെ എനിക്കൊരു DM വന്നതുകൊണ്ടാണ് ഞാനിപ്പം ഇവിടെ വന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട്, എന്തൊക്കെ ഇവിടെ ചെയ്തു എന്നുള്ളൊരു കാര്യങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് ഇന്നിപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പം അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ചൂസ്.